ഇൻ്ററാക്ഷനാണ്. ഒരു യൂസറും ക്ലയൻറ്റും തമ്മിലൊരു ഇൻ്ററാക്ഷനാണ് ബേസിക്കലി അവിടെ പറയുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കേട്ടപ്പോൾ. എൻ്റെ പേര് ബിന്ദുജ. ഞാൻ ബിടെക്കാണ് പഠിച്ചത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് കോഡിങ് അതിലേക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം അത് എന്തായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെ നോക്കിയപ്പോൾ ഞാനങ്ങനെ UX ഡിസൈനിങ് ഒക്കെ കണ്ടു. ആൻഡ് അതിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ ബെസ്റ്റ് കോഴ്സ് നമുക്ക് തിരഞ്ഞെടുക്കണമല്ലോ. UX ഡിസൈനിങ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് ഫീൽഡാണ്. ഇൻ്ററാക്ഷനാണ്. ഒരു യൂസറും ക്ലയൻറ്റും തമ്മിലൊരു ഇൻ്ററാക്ഷനാണ് ബേസിക്കലി അവിടെ പറയുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അത് കേട്ടപ്പോൾ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് വഴിയാണ് സൂപ്പി ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി എത്തുന്നത്. കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബെറ്റർ ഓപ്ഷൻ നമുക്ക് എന്തായാലും എടുക്കണമല്ലോ. ഡിസൈനിങ് ആണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി എലോബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽഡ് ആയിരിക്കണം. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് സൂപ്പിൽ തന്നെയാണ്. അപ്പം ഒരു 6 മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട് ഡിസൈനിങ്ങിൽ ചേർന്നു. ആൻഡ് ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ഫീൽഡാണ്. കാരണം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഡിസൈനിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ എല്ലാം ഫ്രം ദ സ്ക്രാച്ച് തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഇവിടുത്തെ മെൻറ്റേഴ്സ് ആണെങ്കിലും ട്യൂട്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ടിന് ഉണ്ടായിരുന്നു. നമുക്കെന്തെങ്കിലും നമ്മൾ ഫസ്റ്റായിട്ട് പഠിക്കുന്ന ടൂൾസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫ്രം ദ ബേസിക്സ് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ ചെയ്യാം. പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതൊരു ബെറ്റർ ആക്കാനേ നമ്മൾ നോക്കുകയുള്ളൂ. അതിനും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ട്യൂട്ടേഴ്സ് എന്തായാലും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ആൻഡ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും വർക്കിംഗ് കൾച്ചർ, ഇൻറ്റേൺഷിപ്പ് പോലെ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലതായിരുന്നു. പിന്നെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളും മാത്രം ട്രൈ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യാൻ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു കോൺഫിഡൻസ് കൂടുതലായിരുന്നു. അപ്പം സൂപ്പിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് മീ എ ലോട്ട് ഫോർ ഗെയിനിങ് മോർ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. കരിയറായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിയിട്ടൊരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ലൊരു ട്യൂട്ടേഴ്സ്, അത് നല്ല സപ്പോർട്ട് എനിക്ക് സൂപ്പിൽ നിന്നുണ്ടായിരുന്നു. ഓവറോൾ ഞാൻ ഹാപ്പിയാണ്.